തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള സാമ്പിൾ വെടിക്കെട്ട് ഇന്നലെ രാത്രി 7 മണിയോടെ പാറമേക്ക വിഭാഗം തിരികൊളുത്തി. രണ്ടാമത് തിരുവമ്പാടിയാണ് തിരികൊളുത്തിയത്. ഇരു വിഭാഗങ്ങളുടെയും വെടിക്കെട്ട് ചുമതല ഇത്തവണ ഒരാൾക്ക് തന്നെയാണ് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. തൃശൂർ പൂരത്തിന്റെ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും വെടിക്കെട്ട് ചുമതല ഒരാൾ തന്നെ ഏറ്റെടുക്കുന്നത്. തൃശൂർ മുണ്ടത്തിക്കോട് സ്വദേശി PM സതീശനാണ് ഇരു വിഭാഗത്തിന്റെയും വെടിക്കെട്ടിന്റെ ചുമതല ഏറ്റെടുത്തത്. ഇന്നലെ രാത്രി 7:30 പാറമേക്ക വിഭാഗമാണ് വെടിക്കെട്ടിന് ആദ്യം തിരികൊളുത്തിയത്. തുടർന്ന് തിരുവമ്പാടി വിഭാഗവും വെടിക്കെട്ടിന് തിരികൊളുത്തി. കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് നേതൃത്വം നൽകിയത് സതീശനായിരുന്നു. നിലയമിട്ടുകൾ, ബഹുവർണ്ണ അമിട്ടുകൾ, ഗുണ്ട്, കുഴിമിന്നി, ഓലപ്പടക്കം തുടങ്ങിയവയെല്ലാം വെടിക്കെട്ടിൽ ഉണ്ടാകും. ഏപ്രിൽ 20 പുലർച്ചെ 3 പ്രധാന വെടിക്കെട്ട്. സ്വരാജ് റൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പെസോയും പോലീസും അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് വെടിക്കെട്ട് കാണാൻ സൗകര്യമുണ്ടാകും. തൃശൂർ പൂരം ഡ്രോണുകളും ഹെലികാമും നിരോധിച്ചു. വെടിക്കെട്ട് ഏപ്രിൽ 20 തൃശൂർ പൂരത്തിനനുബന്ധിച്ച് സുരക്ഷയും ക്രമസമാധാന പരിപാലനവും ഉറപ്പാക്കാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് പ്രത്യേക ഉത്തരവ് ഇറക്കി. പൂരത്തിന്റെ ഭാരവാഹികൾ, എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്ന ആനകളുടെ ഉടമസ്ഥന്മാർ, പാപ്പാന്മാർ, ക്രമസമാധാന പാലനത്തിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർക്കായാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് മുഹമ്മദ് ഷഫീഖ് ക്രിമിനൽ നടപടി നിയമം 144 വകുപ്പ് പ്രകാരം പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചത്. പ്രധാന നിർദ്ദേശങ്ങൾ: ഏപ്രിൽ 19, 20 തീയതികളിൽ നടക്കുന്ന ഘടകപൂരങ്ങൾ നിശ്ചിത സമയത്ത് തന്നെ ആരംഭിച്ച് നിശ്ചിത സമയത്ത് തന്നെ അവസാനിപ്പിക്കണം. ആനകളെ എഴുന്നള്ളിക്കൽ, വെടിക്കെട്ട് നടത്തൽ എന്നിവ സംബന്ധിച്ച് സുപ്രീം കോടതി, ഹൈക്കോടതി അതത് സമയത്ത് സർക്കാർ ഉത്തരവുകൾ പാലിക്കണം. നീരുള്ളവയോ മദപ്പാടുള്ളവയോ വെടിക്കെട്ട് നടത്തുമ്പോൾ മറ്റും വിരണ്ടോടുന്നവയോ സ്വതവേ വികൃതികളോ ആയ ആനകളെ ഏപ്രിൽ 17, 18, 19, 20 തീയതികളിൽ തൃശൂർ പട്ടണാതിർത്തിക്കുള്ളിൽ പ്രവേശിപ്പിക്കരുത്. കൂടാതെ ഇവയെ പൂരമെഴുന്നള്ളിപ്പ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യരുത്. ആനയെ എഴുന്നള്ളിക്കുന്നതിന് ആവശ്യമായ രേഖകൾ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് മുമ്പാകെയും ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ മുമ്പാകെയും ഹാജരാക്കണം. മുൻകാലങ്ങളിൽ ഇടഞ്ഞ ആളപായം വരുത്തിയ ആനകളെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കാൻ പാടില്ല. പാപ്പാന്മാർ ഒഴികെ ആരും ആനകളെ സ്പർശിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. പൂരം നടക്കുന്ന ഏപ്രിൽ 17, 18, 19, 20 തീയതികളിൽ ഹെലികോപ്റ്റർ, ഹെലികാം, എയർ ഡ്രോൺ, ജിമ്മി ജിപ്പ് ക്യാമറ, ലേസർ ഗൺ എന്നിവയുടെ ഉപയോഗം വടക്കുംനാഥൻ ക്ഷേത്ര മൈതാനത്തിന് മുകളിലും സ്വരാജ് റൗണ്ടിലും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ആനകളുടെയും മറ്റു കാഴ്ചകൾ മറയ്ക്കുന്ന തരത്തിലുള്ള വലിയ ട്യൂബ് ബലൂണുകൾ, അലോസരമുണ്ടാക്കുന്ന ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ, പുറപ്പെടുവിക്കുന്ന വിസിലുകൾ, വാദ്യങ്ങൾ, മറ്റു ഉപകരണങ്ങൾ, ലേസർ ലൈറ്റുകൾ എന്നിവയുടെ ഉപയോഗവും പൂർണ്ണമായും നിരോധിച്ചു. You are watching India's first NGO television, Malanadu TV India.